സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ആണ്. സോ ഇതൊരു കുട്ടി വീഡിയോ ആണ്. സോ കമോൺ. സോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഷോപ്പ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സോ പിന്നെ എൻ്റെ ക്യാമറാമാൻ എന്ന് പറയുന്നത് ചേച്ചിയാണ്. അതുകൊണ്ട് തന്നെ ചേച്ചീൻ്റെ പല ക്ലിപ്പുകളും നിങ്ങൾക്ക് പല വിധത്തിൽ എൻ്റെ ചേച്ചീനെ കാണാൻ കഴിയും. സോ ഞങ്ങൾ ജാംജൂമിലേക്കാണ് പോകുന്നത്. പിന്നെ നൈറ്റ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ ട്രാഫിക് ഒന്നും ഉണ്ടായിരുന്നില്ല. സോ ഞാൻ എപ്പോഴാണ് എത്തുക അങ്ങനെ കരുതിയിട്ട് നിൽക്കുകയാണ്. എനിക്ക് അവിടെ പോയിട്ട് എന്തൊക്കെയാണ് മേടിക്കേണ്ടതെന്നൊക്കെ ഞാൻ അങ്ങനെ ഓർത്ത് വെക്കുന്നുണ്ട്. എൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള എനിക്കിഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു പൗച്ച് മേടിക്കണം എന്നാണ്. പൗച്ച് അല്ലെങ്കിൽ ബോക്സ് കേട്ടോ. പക്ഷെ ഞാൻ കൂടുതലും പൗച്ചും ബോക്സും ആയിട്ടുള്ളൊരു ടൈപ്പ് ഉണ്ട്, അതാണ് എനിക്ക് ഇപ്പോൾ വേണം എന്നുള്ളത്. സോ അവിടെ പോയിട്ട് ഞാൻ നോക്കാൻ കരുതി. അങ്ങനെ ഞങ്ങൾ ജാംജൂം എത്തിയിട്ടുണ്ട്. അവിടെ ഒത്തിരി ഐറ്റംസ് ഉണ്ട്. കുറേ കാലത്തിന് ശേഷമാണ് വരുന്നത് കേട്ടോ, കുറച്ച് കാലമായി. പിന്നെ ഇതാ ക്യൂട്ടായിട്ടുള്ള കീ ചെയിൻസ് ഉണ്ട്, മിററിൻ്റെ പൗച്ചിൻ്റെ ആയിട്ടുള്ള കീ ചെയിൻസ് ഉണ്ട്. അതൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. പിന്നെ ഇതൊക്കെ എൻ്റെ ചേച്ചീൻ്റെ വക ക്ലിപ്പുകളാണ്. പിന്നെ ഇനി മൊത്തം വോയിസ് ഓവറാണ്. സോ ഈ ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് നല്ല രസമുണ്ടായിരുന്നു. കുറേ ഇങ്ങനത്തെ ടംബ്ലേഴ്സ് പോലത്തെ വെച്ചിട്ട് പിന്നെ മിററിലൊക്കെ നോക്കി ഓടിച്ചാടി ഇങ്ങനെ പോകുന്നുണ്ട്. അവിടെ നല്ല ക്യൂട്ടായിട്ടുള്ള കപ്സും കാര്യങ്ങളും കിച്ചണിന് വേണ്ട കുറേ കാര്യങ്ങൾ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നോട്ട്ബുക്സൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. പിന്നെ നോട്ട്ബുക്സ് പിന്നെ മേടിക്കാൻ പറഞ്ഞു. ഇപ്പം മേടിക്കുന്നില്ല, കുറച്ച് കാലം കഴിഞ്ഞിട്ട് മേടിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പൗച്ച് തപ്പുന്നുണ്ട്. പൗച്ച് നല്ലൊരു പൗച്ച് ഞാൻ വിചാരിച്ച് അങ്ങനത്തെ ഒരു പൗച്ചിൻ്റെ വലുതാണല്ലേ. പിന്നെ ഇവിടെ കൂടുതലും ഉള്ളത് പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽസാണ്. സോ ഞാൻ സ്റ്റീലിൻ്റെ ബോട്ടിൽസ് ഉണ്ടോ എന്ന് നോക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലത്തെ പൗച്ചും ബോക്സും ആയിട്ടുള്ള ഒരു ടൈപ്പ് എനിക്ക് പൗച്ച് അങ്ങനത്തെ ഒരു സംഭവം കിട്ടി. പെൻസിൽ കേസ് കിട്ടി. സോ ഞാനത് എടുത്തു. പിന്നെ ഇൻസ്റ്റൻറ്റ് ബോക്സ് ഞാൻ ആദ്യമായിട്ടാണ് കൊണ്ടുപോകുന്നത്, അപ്പോൾ പേർപ്പിൾ തന്നെ എനിക്ക് കിട്ടി. ക്ലാസ്മേറ്റിൻ്റെയാണ് എടുത്തത്. പിന്നെ ടെക്സ്റ്റ് ബുക്കിന് പറ്റിയ ബുക്ക് റാപ്പർ ഉണ്ടോ എന്ന് നോക്കുന്നുണ്ട്. എനിക്ക് ഓറഞ്ച് ആട്ടോ ഇഷ്ടം. പിന്നെ അവിടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡെക്കോർ ഐറ്റംസ് ഉണ്ട്. പിന്നെ ഞാൻ ഇങ്ങനത്തെ ഒരു ക്രയോൺസും എടുത്തു, സ്കെച്ച് എടുത്തു, പിന്നെ ഇങ്ക് പെന്നും എടുത്തു. പിന്നെ ഞാൻ ബ്രഷസും പിന്നെ കളേഴ്സൊക്കെ നോക്കുന്നുണ്ട്, മറ്റേ പെയിൻറ്റ് പോലത്തെ കളേഴ്സ്. സോ അത് എനിക്കെല്ലാം കൂടി പിടിക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ അവിടെ തന്നെ വെച്ചു. എന്നിട്ടോ അത് എടുത്തു കേട്ടോ. പിന്നെ ഞാൻ അങ്ങനെ നോക്കുന്നുണ്ട്. എനിക്ക് എല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ പെൻസൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചത് കണ്ടപ്പോൾ ഞാൻ അങ്ങനെ കാണിച്ചു തരാം കേട്ടോ. നല്ല ഭംഗിയിൽ കുറേ സ്കെച്ചസും പെൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു മെറ്റലിൻ്റെ ടൈപ്പ് സംഭവമാണ്. കുറച്ച് വേനെടുക്കുന്നുണ്ട്, പക്ഷേ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ അവിടെ ഉള്ളൊരു ടോയ്സ് സെക്ഷനിൽ പോയിട്ട് ഒരു ഫോൺ എടുത്തു. മേടിച്ചതൊന്നുമില്ല, പക്ഷെ എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ആ ഡ്രീം ക്യാച്ചർ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം ഞാൻ പതുക്കെ അത് എടുത്തു കേട്ടോ. പിന്നെ ഞാൻ കണ്ണാടി ഊരി വെച്ചു. പെട്ടെന്ന് എന്തോ കണ്ണിൽ പൊടിയേറ്റം പോയപ്പോൾ ഞാൻ കണ്ണാടി ഊരി വെച്ചാൽ പിന്നെ ഞാൻ മറന്നുപോയി. പിന്നെ ഇട്ടു കേട്ടോ. പിന്നെ ഇതാ കുറേ ക്ലോക്ക്സ് ഉണ്ട്, ടേബിൾ ക്ലോക്ക് പോലത്തെ, ഭയങ്കര ഭംഗിയുണ്ട്. ഈ ബ്രൗൺ ആണ് എനിക്കിഷ്ടപ്പെട്ടത്, ഭയങ്കര സിമ്പിൾ ഡിസൈനാണ്. പിന്നെ ഞാൻ ഇവിടുന്ന് ഒരു മാന്യൊക്കെ എടുത്തു കൊണ്ടുവരുന്നുണ്ട്. പിന്നെ എൻ്റെ ചേച്ചി ഇങ്ങനെ എന്തൊക്കെയൊക്കെയോ ചെയ്യുന്നുണ്ട്, പക്ഷേ അതിൽ ബാറ്ററി ഇല്ലാത്തതുകൊണ്ട് അത് വർക്കായില്ല. പിന്നെ ആ ഡ്രീം ക്യാച്ചർ ഞാൻ എടുത്തു കേട്ടോ. അതൊക്കെ എൻ്റെ റൂമിൽ തൂക്കിയിടാലോ എന്ന് കരുതിയിട്ടെടുത്തു. അവിടെയാണ് ഒരു സ്റ്റഡി ടേബിളിൻ്റെ സെക്ഷൻ. സോ ഞാൻ അവിടെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പഠിക്കുന്ന പോലെ അഭിനയിക്കുകയാണ്. പിന്നെ അവിടെ കുറേ മിറർ ഉണ്ടായിരുന്നു. അതിലൊരു മിററിൽ അത് ക്ലീനല്ല, പക്ഷെ ഞാൻ കുറേ ഇങ്ങനെ എന്തൊക്കെയൊക്കെയോ കാണിക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു ആ പെന്നെടുത്തു. ആ പെന്നിൻ്റെ വേറൊരു ടൈപ്പാണ് എടുത്തത്. പിന്നെ ഹൈലൈറ്റർ എടുത്തു, മാർക്കർ എടുത്തു, പിന്നെ ആ ഒരു സംഭവം എടുത്തു, എന്താ പറയുക, ഒരു പെന്നും എടുത്തു. പിന്നെ ഞാൻ നോട്ട്ബുക്സൊക്കെ നോക്കി, അങ്ങനെ വെറുതെ നോക്കുന്നുള്ളൂ, അത് എടുക്കുന്നില്ല, പിന്നെ എടുക്കാമല്ലോ എന്ന് കരുതിയിട്ട്. നല്ല നല്ല പിക്ചേഴ്സുള്ള ഈ പിക്ചറിലാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഭയങ്കര പാറ്റേൺസൊക്കെ ആയിട്ട് ഭയങ്കര സിമ്പിളായിട്ട് ക്യാൻഡി കളറിൽ. പിന്നെ കുറേ ഹൈലൈറ്റേഴ്സ് ഉണ്ട്. ഞാൻ പക്ഷേ വേറൊരു ഹൈലൈറ്ററാണ് എടുത്തത് അങ്ങനത്തെ. സോ ഞാൻ കുറച്ചും കൂടി നല്ല ഭംഗിയുള്ളതാണ് എടുത്തത്, നോർമലായിട്ടുള്ളതാണ് എടുത്തത്. കുറേ എണ്ണം ഉണ്ട്. പിന്നെ ഞാനൊരു ഫ്രൂട്ടിയും കൂടി എടുത്തു. അപ്പോൾ ഞാനിനി ബില്ലടിക്കാൻ പോവുകയാണ്. എല്ലാം ബില്ലൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ബില്ല്. സോ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗായ്സ്.